ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, ആക്ടിവിറ്റി 1, ആഡ് മോർ ലൈൻസ്. A friend in need. അപ്പോൾ നോക്കി നോക്കാം. Friends are like flowers, bright and sweet, always there, a joy to meet. There are always lend a hand and help us understand. അപ്പോൾ എന്താണ്, ഒരു പോമാണ്. അപ്പോൾ ബാക്കി നമ്മൾ ആഡിങ് മോർ ലൈൻസ് ബൈ ഫില്ലിങ് ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോം കംപ്ലീറ്റ് ആകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഫ്രണ്ട്സ് ആർ ലൈക്ക് ഡ്രീംസ്, ലവ് ആൻഡ് ഹോപ്പ്, ഓൾവേസ് ദർ, എ വേ ടു വിൻ, ഷെയറിങ് സീക്രറ്റ്സ്, thoughts and fun, our friendship shines like the sun. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 2 ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കാനാണ്. ഡു യു റിമെമ്പർ ദ ഗിഫ്റ്റ് ഗിവൻ ബൈ സഷ ആൻഡ് നവീൻ ടു കബിത? Kabita's mother entered there. She wanted and asked Kabita about the gift. അപ്പോൾ എന്താണ്, നമുക്കറിയാം എന്താണ്, സഷിൻ നവീനും കൂടി കവിതയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ്, അമ്മ വണ്ടറായിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട്. മദർ ചോദിക്കുന്നുണ്ട്, കവിത വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കവിത പറയുന്നുണ്ട്, ദിസ് ഇസ് എ ഗിഫ്റ്റ്. അപ്പോൾ ഇത് എന്താണ്, ഇതൊരു സമ്മാനമാണ്. മദർ, ഹൂ ഗേവ് യു ദിസ്, ആരാണ് ഇത് തന്നത്? അപ്പോൾ കവിത പറയുന്നുണ്ട്, സഷ ആൻഡ് നവീൻ ഗേവ് ദിസ്. എന്താണ്, സഷിൻ നവീനും കൂടെ തന്നതാണ് ഇത്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഹൂ ആർ ദേ, അവർ ആരാണ്? അപ്പോൾ കവിത പറയാണ്, ദ ആർ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ, അവർ ആ സ്കൂളിലത്തെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ മദർ ഓക്കെ ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഗിഫ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്, ദിസ് ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയാൻ നമുക്കറിയണം. മാത്രമല്ല ഇനി എന്താ, ദർ ആർ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ഹൂ ആർ ദേ, അവരാരാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി എന്താ, സഷയുടെ തോട്ട് എഴുതാനാണ് 3ാമത്തെ ആക്ടിവിറ്റി. സഷ റീച്ച്ഡ് ഹോം ആഫ്റ്റർ ഹെർ ഡിന്നർ. ഷീ വെൻറ്റ് ടു ബെഡ് ബട്ട് ഷീ കാൺട്ട് സ്ലീപ്പ്. ഹെർ മൈൻഡ് ഈസ് ഫുൾ ഓഫ് അബൌട്ട് കവിത. റൈറ്റ് കവിതാസ് തോട്ട്. അപ്പോൾ സഷ കവിതനെ കണ്ട ദിവസം എന്താ, അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് തോട്ട്സ് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഡ്രസ് ഓഫ് ദാറ്റ് പുവർ ഗേൾ, ബേബി, ഹൗ പുവർ ഷീ ഈസ്, ഹെർ മദർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സഷയുടെ തോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓ ഗോഡ്, ഷീ ഈസ് വെരി പുവർ. അവൾ എന്തൊരു പാവാണ്. ഷീ ഈസ് ലിവിങ് ഇൻ എ സ്മോൾ ടെൻറ്റ്. ഒരു ചെറിയ ടെൻറ്റിലാണ് അവൾ താമസിക്കുന്നത്. യങ്ങർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. ചെറിയ കുട്ടി അവിടെ തൊട്ടിയിൽ ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ she sang a beautiful song. The cradle is tied in a big tree. I like her very much. Oh God, how poor she is. അപ്പോൾ എന്താണ്, അവൾ നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. ഈ തൊട്ടി ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് കെട്ടിയിട്ടുള്ളത്. എനിക്ക് അവളെ നല്ല ഇഷ്ടമായി. അവൾ എന്തൊരു പാവാണെന്നൊക്കെ അങ്ങനെ ഒരുപാട് തോട്ട്സ് സഷയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ, ഒരു സൂ ആണ്. ആ സൂവിനെ ഡിസ്ക്രൈബ് ചെയ്യുക. പിക്ചർ ഒരുപാട് ആനിമൽസൊക്കെ ഉള്ള ഒരു സൂ ആണ്. അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് കൂട്ടുകാരുടെ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ, ദിസ് ഈസ് എ സൂ. ഇതൊരു സൂ ആണ്. ദർ ആർ ലോട്ട് ഓഫ് ആനിമൽസ് ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് ആനിമൽസും പിന്നെ എന്താ കുറേ ജനങ്ങളും ആൾക്കാരും ഉണ്ട്. ആനിമൽസ് ലൈക്ക് എലഫൻറ്റ്, സീബ്ര, ജിറാഫ് എക്സെട്ര ആർ ഇൻ ദ സൂ. അപ്പോൾ സൂവിൽ ആരൊക്കെ ഉണ്ട്? എലഫൻറ്റും സീബ്രയും ജിറാഫും മറ്റു കുറേ ആനിമൽസും ഉണ്ട്. അതുപോലെ പീപ്പിൾ ആർ എൻജോയിങ് വിത്ത് ആനിമൽസ്. അപ്പോൾ എന്താണ്, പീപ്പിളൊക്കെ ആനിമൽസിനെ കണ്ടിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ. This is a beautiful zoo. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
ഇനി അടുത്തത് വേർഡ് പസിലാണ്. എക്രോസ് ഡൗണും. എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതി പോവേണ്ടതാണ്. അപ്പോൾ ഈ ബോക്സിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ആൻസേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം. എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുതരാം. മിക്ക കൂട്ടുകാർക്കും അറിയുന്നുണ്ടാവും. എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എഴുതണം. അപ്പോൾ എക്രോസിന് താഴെ 1 എന്ന് എഴുതിയിട്ട് സംതിങ് അൺഎക്സ്പെക്റ്റഡ് എന്ന് എഴുതിയില്ലേ. അപ്പോൾ 1 എന്നുള്ളടത്ത് എവിടെ നോക്കി നോക്കാം. 1ൻ്റെ നേരെ എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെയാണ്. അപ്പോൾ 1ൻ്റെ നേരെ 1ൻ്റെ അവിടെ എസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംതിങ് അൺഎക്സ്പെക്റ്റഡ് എന്ന് വരിക എന്താണ്? സർപ്രൈസ് ആണ് വരിക. അപ്പോൾ 1ൻ്റെ അവിടെ നേരെ എന്ത് ചെയ്യണം? സർപ്രൈസ് എന്ന് എഴുതി കൊടുക്കണം. ഓരോ ബോക്സിലും ഓരോ ലെറ്റേഴ്സ് എഴുതാം. അവിടെ എസ്സും ഇയും ഉണ്ട്. അപ്പോൾ അത് എഴുതി കൊടുക്കണ്ട. ഇനി അടുത്തത് എന്താ? സംതിങ് ഗിവൻ ഫ്രീലി. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ 2ൽ നേരെയാണ്. അതെന്താണ്? ഗിഫ്റ്റാണ്. ഗിഫ്റ്റ്. ഇനി മൂന്നാമത്തെ എന്താ നോക്കാം. എ പേഴ്സൺ ഹു ടീച്ചേഴ്സ്. ടീച്ച് ചെയ്യണത് ആരാണ്? ടീച്ച് ചെയ്യുക ടീച്ചറാണ്. അപ്പം നേരെ ടീച്ചർ എന്ന് എഴുതി കൊടുക്കുക. ഇനി 4 നേരെ എന്താണ്? എ സൗണ്ട് ദാറ്റ് ഈസ് റിപ്പീറ്റഡ്. അത് എന്താണ്? എന്ത് സൗണ്ടാണ്? എക്കോയാണ്. ഈ അവിടെ ഉണ്ട്. എക്കോ എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ? ഇനി ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് എഴുതി പോവേണ്ടതാണ്. ഹു മേക്സ് അവർ എർത്ത് ഗ്രീൻ. ആരാണ് നമ്മുടെ എർത്തിനെ ഗ്രീൻ ആക്കി വെക്കുന്നത്? ട്രീ ആണ്. അപ്പോൾ താഴോട്ട് ട്രീ എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ? എ പ്ലേസ് വെർ ഫുഡ് ഈസ് പ്രിപ്പയർ. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലേസ് താഴോട്ട് കിച്ചൺ എന്ന് എഴുതി കൊടുക്കുക. ഈ കളർ ഓഫ് ദ ഗ്രാസ് എന്താണ്? ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ താഴോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഓരോ ബോക്സിലും ഓരോ ലെറ്റേഴ്സ് വീതം എഴുതുക. എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതി പോവുക. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് എഴുതി പോവുക. സോ അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.